ഇന്ന് രാത്രിക്ക് ഒന്നാമത് കിടന്നുറങ്ങാൻ പറ്റില്ല. ഒരു 6 മണി കഴിഞ്ഞാൽ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് റോഡ് കൊടുക്കാൻ നടക്കാൻ തുടങ്ങും. എന്ത് ഈ കടുവ ആണോ? 7 മണിയാകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടോ? കിടന്നുറങ്ങാനും സമയമില്ല, എപ്പോഴും കയറും. പട്ടികളിതും കൊണ്ട് നമുക്ക് ഒത്ത് കിട്ടും. പുറത്ത് കടന്നു നോക്കുമ്പോൾ എവിടെയെങ്കിലും കടന്നിട്ടുണ്ടാവും. കുറച്ച് കാലമായിട്ട് കടുവയായിട്ടും ഭയങ്കര പ്രശ്നം തന്നെ. രാത്രി നമ്മളെല്ലാം പശുവിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങല, തൊഴുത്തിൽ പോയി കിടന്നുറങ്ങല. എന്നുവെച്ചാൽ അവരെ സംരക്ഷിക്കണമല്ലോ. കടുവ അതിൻ്റെ മുറിച്ചിൽ കേൾക്കാം. അതായത് ബൗണ്ടറി സൈഡിൽ കൂടെ വരുമ്പോൾ ഒന്നില്ലെങ്കിലും ഒച്ചപ്പാടുണ്ടാവും. പിന്നെ അക്കരയും ഉണ്ടല്ലോ, അക്കരയുള്ള കരയുമ്പോൾ ഇതും കരയാൻ തുടങ്ങും. രാത്രി വരുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങുന്നില്ല. പട്ടികളുമായിട്ട് നമുക്ക് ഒച്ച കിട്ടും. ഇത്ര ആടുകളുള്ളതുകൊണ്ട് അല്ലേ ഉറങ്ങാൻ പറ്റൂലായിരിക്കും അല്ലേ? നമ്മൾ കാട്ടിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. കുടിവെള്ളമാണെങ്കിലും പൈപ്പിട്ട് അതൊന്ന് തിരിക്കാൻ പോകാൻ പോലും നമുക്കിപ്പോൾ പറ്റൂലല്ലേ? അവിടെ തന്നെ തട്ടിക്കളയുണ്ടാനെ കടയിൽ പോയിട്ട് വരുമ്പോൾ. അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു വലിയൊരു വളവുണ്ട്, ഇങ്ങനെ തിരിയുന്ന വളവ്. ഇപ്പം നഴ്സറി ഒക്കെ ഉണ്ട് അവിടെ, തിരിയുന്ന സപ്പറം വളവ്. അതിൽ ഒരു ദിവസം കടയിൽ പോയി വരുന്നത് 7 മണിയായി, ഒറ്റയ്ക്ക് വരത്തില്ല. ഈ വളവ് ആയതുകൊണ്ട് ആനെ കണ്ടിട്ടില്ല, നേരെ അതിന് മുന്നിൽ പെട്ടുപോയി. പിന്നെ അടുത്തൊരു പഴയ വീടുണ്ടായിരുന്നു, അതിലൊക്കെ ഓടിച്ചാടി കയറിയത്. അങ്ങനെ ഒരു കച്ചിലായത് അനുഭവമൊക്കെ ഉണ്ടല്ലേ. പിന്നെ നമസ്കാരം, ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ തിരുനെല്ലി സർവാണി എന്ന് പറയുന്ന ഒരു ഊരിലാണ്. ഇവിടെ കടുവ പ്രശ്നം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് നിരന്തരമായിട്ട് കടുവേനെ കാണുന്നെന്നും അല്ലെങ്കിൽ കടുവയുടെ മുരളിച്ച് കേൾക്കുന്നെന്നും ഒക്കെ ഇവിടെയുള്ള ആളുകൾ പറയുകയാണ്. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് വെച്ച് കടുവ ഒരു പശുവിനെ ആക്രമിച്ച് കൊന്ന ആ ഒരു സംഭവമൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഞാൻ എൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഏതായാലും ആ ഒരു ഊരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ബാബു. ഇത് സർവാണി അല്ലേ? ഇവിടെ എത്ര ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം? ഇപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഓർമ്മയിലില്ല, ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലേ? ഈ ഊരിൽ തന്നെ എത്ര പേരുണ്ടാവും? ഇവിടെ തന്നെ ഒരു 10. നമ്മളിപ്പോൾ 4 കുടുംബം ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ. 4 ഇത് നമ്മളെ ഇതിലല്ല, എന്നാലും ഇവരെ കൂടിയിട്ട് 5-6 വീടുണ്ട് ഉണ്ടല്ലേ? എന്തായാലും വീടുകളുള്ള സ്ഥലമല്ലേ? ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ വീടുകളൊക്കെ വീട് അപ്പുറത്ത് കോളനിയാണ് ആണല്ലേ? മറ്റേ അടേ കോളനി ആണല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചേട്ടാ ഈ വന്യമൃഗ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. എന്താണ്? രാത്രിക്ക് ഒന്നാമത് കിടന്നുറങ്ങാൻ പറ്റില്ല. ഒരു 6 മണി കഴിഞ്ഞാൽ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് റോഡ് കൊടുക്കാൻ നടക്കാൻ തുടങ്ങും. എന്ത്? ഈ കടുവ ആണോ? 7 മണിയാകുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടോ? ആണല്ലേ? കണ്ടവരുണ്ട്, ഇവിടെ കണ്ടവരുണ്ട്. ആണല്ലേ? ഓഹോ. പിന്നെ ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ ഈ അടുത്ത് വല്ലതും പിടിച്ചിട്ടുണ്ടോ? ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഈ പശുവിനെ പിടിച്ചതല്ലേ? അപ്പം നിങ്ങളപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ എന്തെങ്കിലും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കടുവയാണെന്നെങ്ങനെയാണ്? കടുവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറിച്ചിൽ കേൾക്കാം അല്ലേ? അതായത് ബൗണ്ടറി സൈഡിൽ കൂടെ വരുമ്പോൾ ഒന്നില്ലെങ്കിലും ഒച്ചപ്പാടുണ്ടാവും. പിന്നെ അക്കരയും ഉണ്ടല്ലോ, അക്കരയുള്ള കരയുമ്പോൾ ഇതും കരയാൻ തുടങ്ങും. ഓഹോ. അപ്പുറം അങ്ങനെയാണ് അറിയുന്നത്. ആണല്ലേ? അവിടുന്ന് ഇവിടുന്ന് കേൾക്കാം. ഓ, വീട്ടിലേക്ക്. ഇവിടെ അപ്പം നിങ്ങൾ ഏതൊക്കെ മൃഗങ്ങളെയാണ് വളർത്തുന്നത്? ഇവിടെ ആട്, പശു. ആടാ കൂടുതൽ? ഇല്ല, ഇതിലില്ല, ഞമ്മക്കില്ല, മാമന്മാർക്കൊക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ തൊഴുത്ത്, അടച്ചുറപ്പില്ലാത്ത തൊഴുത്തും കൂടിയാണ്. നമ്മളവിടെ കിടക്കലുണ്ട് അപ്പുറം, ആ തൊഴുത്തും തൊട്ട് തീയിട്ടിട്ട്. നിങ്ങളപ്പോൾ അങ്ങനെ രാത്രി അങ്ങനെ ടോർച്ച് ലൈറ്റ് ഉണ്ടാവും, റെഡ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ കിടക്കും. പിന്നെ ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോഴാണ് അതിൽ ചാടി ഓടുന്ന ഒച്ച കേട്ടാൽ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് ശരിക്കും കണ്ടു ആ ഫോറസ്റ്റിൽ നിന്ന് കടുവനെ കണ്ടല്ലേ? ചേട്ടൻ തന്നെ കണ്ടിട്ടുണ്ട്? ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെ ഇളമ്മൻ്റെ മോനുണ്ട്, അവനും കണ്ടിട്ടുണ്ടല്ലേ? ആടിനെയൊക്കെ ഇപ്പം എന്ത് ചെയ്യും നിങ്ങൾ? ആടിനെ ഇങ്ങനെ തന്നെ കിട്ടും, പുറത്ത് കെട്ടിട്ട് അല്ലെങ്കിൽ തിണ്ണ കിടക്കും, കാവല് കിടക്കും അല്ലേ? രാത്രി അപ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടൊന്നും പറയാനുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആണല്ലേ? പുറത്തിറങ്ങാൻ വരെ പറ്റില്ല ഒരു 7 മണി കഴിഞ്ഞാലൊന്നും. ആണല്ലേ? ഇതിൽ തന്നെ ഇറക്കാൻ പേടിയപ്പോൾ. ആണല്ലേ? ഇത് തൊട്ട് പുറകിൽ ഫോറസ്റ്റാ? ഈ തൊട്ട് പുറകിൽ ഫോറസ്റ്റ്. എന്നാ ഭാഗം കാണിച്ചാൽ ഇതാണ് കേട്ടോ ഇവരുടെ വീട്. അതുപോലെ തന്നെ ഒത്തിരി വീടുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. തൊട്ട് പുറകിലായിട്ട് ഫോറസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ തൊട്ട് താഴെ റോഡുണ്ട്.
അതായത് കാട്ടിക്കുളം തിരുനെല്ലി റോഡ്, ആ റോഡിന് അപ്പുറത്തെ സൈഡും ഇതേപോലെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ആ വയലും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു മല ഭാഗത്തും ഫോറസ്റ്റാണ്. ഇതിൻ്റെ രണ്ടിനും അവിടെ നടുഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രദേശമുള്ളത്. ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തറവാടാണ്. ഓ, ഞങ്ങളുടെ തറവാടാണ് ഇത്. അപ്പോൾ ഇവിടെയാണ് പശുവിനൊക്കെ ആദ്യം കെട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ മഴ തുടങ്ങിയപ്പോൾ ഇവരെന്തൊക്കെ താഴെ ഷെഡ് വെച്ചിടത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഉണ്ട് പശു. ഇത് നമ്മളെ കുടുംബം ഇങ്ങനെ ഷീറ്റ് ഇട്ട് കെട്ടിയാ പശു വളർത്തുന്നത്. എങ്ങോട്ടാ കുട്ടോ വേണ്ട. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ഇവിടെയൊക്കെ കെട്ടിക്കൊണ്ടുവന്നതാ. അപ്പോൾ ഒരു ദിവസം ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ കണ്ടവരുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് കടുവേ ഇവിടെ വരെ വന്നല്ലേ? ഇവിടെ വരെ ഇതാ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാം. അത് ഫോറസ്റ്റ് അങ്ങ് കുറച്ചങ്ങോട്ട് പോകും ഫോറസ്റ്റിലേക്ക്. എവിടം വരെ നിങ്ങളുടെ സ്ഥലങ്ങളോ? അവിടം വരെ ഉണ്ട്, മേലെ ഉണ്ട്. മേലെ വരെ ഉണ്ട്. അങ്ങോട്ട് കാണിച്ചോ. ഇത് ഫോറസ്റ്റ് അല്ലല്ലോ അല്ലേ? ഇതല്ല, ഇത് നമ്മൾ സ്വന്തം നിങ്ങൾ പറമ്പല്ലേ? ഇത് ശരിക്കും ഇതാണ് നമ്മൾ തറവാട്. ഓ. ഇതൊക്കെ കുരങ്ങൻ്റെ ശല്യം. ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ? ഇതൊക്കെ അല്ലേ? ഇത് എന്തോരം ഉണ്ട് ഈ സ്ഥലം? ഇതിപ്പോ ഇങ്ങനെ ഓരോരുത്തർക്ക് വീഴ്ചതാണ്. ആണല്ലേ? ഒരു 45 സെന്റ് വെച്ച് വീഴ്ച. ഫോറസ്റ്റ് ആയോ? ഇല്ല, ഫോറസ്റ്റ് രണ്ടല്ല, അവിടെ ഒരു രണ്ടുണ്ട്. അവിടെ വരെയാ? ഇതൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളാ? ഇതോ ഇപ്പുറത്തോ? അതും സ്വന്തം തന്നെ സ്ഥലം തന്നെയാണ്. പക്ഷെ വീതിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കാട് പിടിച്ച് കിടക്കാലോ മൊത്തം. അതൊക്കെ അവിടെ ഇവിടെ ഇല്ല. ആണല്ലേ? അവരിപ്പടുത്ത് വന്ന് താമസിക്കും. ഫോറസ്റ്റ് വരെ ആയില്ലേ അത്? പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആളുണ്ട്, പക്ഷേ ഓന് നല്ല പണി പോകുന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ഇവിടെ. ഓഹോ. ഇത് നിങ്ങളുടെ ക്ഷേത്രമാണ്? ഇതും അവിടെയും ഉണ്ട്. നമ്മൾ കയറി വന്നു നിർത്തില്ല. ഓഹോ. പക്ഷേ ഈ ഭാഗത്തൊന്നും നിങ്ങളൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല? അപ്പോൾ ഇല്ല, ഇങ്ങോട്ട് കിട്ടൂല കൃഷി ചെയ്താൽ തന്നെ. അല്ലേ? ആനയായിട്ടും ഇവിടെ മുതലല്ലേ ഫോറസ്റ്റ് തുടങ്ങുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ്. അത് ഫെൻസിങ് ആണ്, പക്ഷെ കറണ്ടില്ല. കറണ്ട് ഉണ്ട്, രാത്രിക്ക് ചെറുങ്ങുണ്ട്. അല്ലേ? ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ കാട്ടിൽ പോയി വെള്ളം തിരിച്ചിട്ട് വന്നു രാവിലെ. ആണല്ലേ? പേടിച്ചോടിച്ച പോകുന്നത്. പകൽ സമയത്തും ഉണ്ട്? പകല് ഇങ്ങോട്ടുണ്ടാവില്ല, മുകളിലേക്ക്. അല്ല, ഇതെന്താണ്? അത് ഇതിൻ്റെ നായിൻ്റെ ആണോ? മറ്റേ ദേശം ബീതിൻ്റെ ഈ ബീതിങ്കിലും ഉണ്ടാവും അതിൻ്റെ കാൽപ്പാട്. ഇന്നാളെ ദിവസം ഞങ്ങളിവിടെ കണ്ട. അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? പോവാം, സൈഡ് വരെ പോവാം. നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ്? ഇത് എന്ത് മരം? അത് കോളി, പിന്നെ അറ്റ വീട്ടിയാ. ആണല്ലേ? ബീട്ടി വീട്ടില്ലേ? ഓ, നിങ്ങൾ ശരിക്കും ഇപ്പോൾ കടുവേനെ കണ്ടത് ഈ ഭാഗത്തുനിന്നാണ്? എൻ്റെ അങ്ങോട്ടുണ്ട്, അപ്പുറ സൈഡ്. അല്ലേ? അതായത് ഇവിടുന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് ഓടുന്നത്. എത്ര നാളായി ഇപ്പോൾ? അത് ഒരു 5-8 ദിവസമല്ലേ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആണല്ലേ? പിന്നെ എല്ലാ ദിവസവും ഈ കറച്ച കേൾക്കാം അല്ലേ? അതിടക്കിടക്ക് കേൾക്കും. ആണല്ലേ? റോട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. അക്കരെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതും കണ്ടിട്ടുണ്ട് ഓരോരുത്തർ. ആണല്ലേ? ആ സൈഡിൽ കൂടെ അങ്ങനെ കയറി വരും. കാൽപ്പാടും ഉണ്ടാവും ചില സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇതിൻ്റെ അടുക്കുണ്ടായിരുന്നു.
ഒരു 5-6 ദിവസം മുന്നേ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ കാൽപ്പാട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഫോറസ്റ്റ് ആയതിന് ഇപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. പിന്നെ കുറേ ആവുന്ന ചെയ്യാൻ പറയാം, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന? ഇപ്പോൾ വർഷം ഒന്നും പറയാൻ കുറേ ആയി ഇവിടെ തന്നെ. അല്ലേ? ആനയുണ്ട്. ആനയുണ്ടല്ലേ? പകലുണ്ടാവും? പകല് ഇങ്ങോട്ട് ഇറങ്ങൂല. ഇല്ലല്ലേ? പോസ്റ്റിൽ അങ്ങോട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വെള്ളം തിരിക്കാൻ പോയിന്ന് അറിയില്ല, അങ്ങ് പോകണോ ഞങ്ങൾ വെള്ളം തിരിക്കണമെങ്കിൽ. രാവിലെ 5 മണി കഴിഞ്ഞ് പോയി വെള്ളം തിരിക്കാൻ പോകുമ്പോൾ അന്നേരം പോയിട്ടേ ഉള്ളൂ. ഓ, പോയിട്ടുള്ളൂ അല്ലേ? നിങ്ങളെ മുമ്പിൽ പെട്ടിട്ടുണ്ടോ? മുമ്പിൽ ഇതിൻ്റെ അടുക്ക്. അല്ലേ? അത് അവിടെ തന്നെ വെള്ളം തിരിക്കാൻ പോയപ്പോൾ തന്നെ. അല്ലേ? അവിടെ ഓടാനും പറ്റാത്തൊരു സൗകര്യമില്ല. അതല്ലേ? ഈ കാണുന്ന ചെറിയ അരുവി വേനൽക്കാലത്ത് ഉണ്ടാവോ? വേനൽക്കാലത്ത് ചിലപ്പം പറ്റിപ്പോവും. അല്ലേ? വറ്റാത്ത തോട് അവിടെയുള്ളു, അപ്പുറത്തുണ്ടല്ലേ? ഇത് വേനൽക്കാലത്ത് ഇത്ര ഒന്നും ഉണ്ടാവലേ ഉള്ളൂ. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കും. മഴ പെയ്തുകൊണ്ടാണ് ഇപ്പോഴും കാണിക്കുന്നത്. നല്ല വെള്ളമായിരിക്കുമല്ലോ അത്? ഇങ്ങനെ തന്നെ എടുത്ത് കുടിക്കായിരിക്കും അല്ലേ? ഇത് കുഴപ്പമില്ല. ഇപ്പോഴും നമ്മൾ കുടിക്കാത്ത പൈപ്പ് അവിടെ നിട്ടതുകൊണ്ട് ആ പൈപ്പ് കൂടെ വരുന്ന മാത്രം കുടിക്കുന്നുള്ളൂ. ആദ്യം ഈ വെള്ളം തന്നെ നമ്മൾ കുടിച്ചോണ്ടിരുന്നത്. ആദ്യം ഈ വെള്ളം തന്നെ കുടിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണ് ആ പൈപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് കുടിക്കുന്നത്. മുന്നൊക്കെ ഇതിലൊക്കെ ആന ഇറങ്ങി വരുമായിരുന്നു. ഇപ്പം ഒരു 6 മണി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉണ്ടാവുമായിരുന്നു ആന. നിങ്ങളിപ്പോൾ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ അവനോട്ട് ശരിക്കും അറിയണമെങ്കിൽ അത് അവനോട്ട് നമ്മുടെ അനിയനുണ്ട് അവിടെ. പാരമ്പര്യമായിട്ടുള്ളവരാ? ഇവിടെ തന്നെ ഉള്ള. ഞങ്ങൾ പണ്ടക്കരെ താമസമുണ്ട്. അപ്പോൾ അങ്ങ് അവിടെ കാണുന്നില്ല, അവിടെയായിരുന്നു. അവിടെ ആൻസെല്ലാം കൂടി തോന്നി ഞങ്ങൾ ഇക്കർക്ക് മാറിയതാണ്. രാത്രിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് എങ്ങോട്ടും പോകണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് വണ്ടിയൊക്കെ കിട്ടാനൊക്കെ. ഈ റോട്ടിൽ കൂടെ ഒക്കെ കാണൂലേ? ചില സമയത്ത് എവിടെയും പോവാത്തൊരു രക്ഷയിലുണ്ടാവും. ചില സമയത്ത് എവിടെയും പോക്ക് നടക്കൂല രാത്രി. ഇതും വേറെ ഒരു ക്ഷേത്രം അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? ബിജു. ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ചേട്ടാ? എനിക്കിപ്പോൾ 49 വയസ്സാകുന്നു. 49 വയസ്സ്. ഓ, ഇവിടെ എങ്ങനെ ഈ കാടിനോട് ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ കുറച്ച് കാലമായിട്ട് കടുവയായിട്ടും ഭയങ്കര പ്രശ്നം തന്നെ. രാത്രി നമ്മളെല്ലാം പശുവിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങല, തൊഴുത്തിൽ പോയി കിടന്നുറങ്ങല. എന്നുവെച്ചാൽ അവരെ സംരക്ഷിക്കണമല്ലോ. അപ്പം നമുക്കും ഭീഷണിയാണ്. നമ്മളെ നോക്കണം, നമ്മളെ പശുവിനെ നോക്കണം. പശുവൊക്കെ ആയിരിക്കും നിങ്ങളുടെ വരുമാന മാർഗ്ഗം. അതെ. എൻ്റെ തന്നെ 3 പട്ടികളെ കൊണ്ടുപോയി കടുവ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. 3 പട്ടികളെ കൊണ്ടുപോയി, അത് രാത്രിക്ക് തന്നെ. അതെ, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ വീട്ടിൽ ഇവിടെ കിടക്കുന്ന ആളെ പിടിച്ച് കളയായിരുന്നു. ഇവിടെ കിടക്കുന്ന ആളെ പിടിക്കുമായിരുന്നു. പെട്ടെന്ന് എന്തോ ഇതായതുകൊണ്ട് കാറി വച്ചുണ്ടാക്കി പോയപ്പോൾ അത് ദേശം മാറിപ്പോയി. അങ്ങനത്തെ സംഭവം ഉണ്ടായില്ലേ? ഉണ്ടായി, ജസ്റ്റ് മിസ്സായിപ്പോയി. അല്ലെങ്കിൽ അവനെ പിടിച്ച് പോയനെ. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ? അത് ഞാൻ ജനിച്ചത് ഇവിടെ തന്നെ അല്ലേ? 49 വയസ്സായി എന്ന് പറഞ്ഞു. അത്രയും വർഷം എനിക്കായി. അതിന് മുന്നേ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലേ? പാരമ്പര്യ സ്വത്താണ്. നിങ്ങൾ ഏത് വിഭാഗക്കാരാ? കുറുമ്പല്ലേ, വട്ടക്കുറുമ്പൽ, ഊരാളി. ഇങ്ങനെ ഈ കടുവ പ്രശ്നമുള്ളപ്പോൾ നിങ്ങൾ പരാതി പറയുന്നുണ്ടോ? പത്രത്തിലെല്ലാം വാർത്ത കൊടുത്തിരുന്നു. അതിന് ഒരു ഭീഷണി സ്വരങ്ങൾ വന്നു. അതെ, വാർത്ത കൊടുത്തേനാ? ഞങ്ങൾ അവരെ വിളിക്കുമ്പോൾ ഫോറസ്റ്റ് അവർ വരും, 2 പടക്കം പൊട്ടിക്കും, അവരങ്ങ് പോകും. അവരിവിടെ കടവുണ്ടെന്ന് പറഞ്ഞാൽ അക്കരെ പോയിട്ട് അവിടെ പൊട്ടിക്കും. നിങ്ങളാണ് നേരിട്ട് കാണുന്നതല്ലേ എല്ലാത്തിനും? നമുക്കൊരു വെള്ളം തിരിക്കാനാണെങ്കിൽ നമുക്ക് കാട്ടിൽ കയറി പോകണം ആണല്ലേ? നമ്മൾ കാട്ടിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. കുടിവെള്ളമാണെങ്കിലും പൈപ്പിട്ട് അതൊന്ന് തിരിക്കാൻ പോകാൻ പോലും നമുക്കിപ്പോൾ പറ്റൂലല്ലേ? 2-3 ആൾ കൂടിയിട്ടൊക്കെ ഇപ്പോൾ
നടക്കുള്ളൂ അല്ലേ? ആനൻ്റെ പിന്നെയും ഭീഷണി കുറവാണ്. ഈ കടുവയാണ് ഇപ്പം നമുക്ക് പ്രശ്നമല്ല. അതിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റൂല, വരുന്ന അറിയാനും പറ്റൂല. ആന വരുമ്പോൾ ഒച്ചെങ്കിലും കേൾക്കാം. നമ്മൾക്ക് അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇതുണ്ട്. ഇത് വന്ന് മറ്റേ കടുവയാകുമ്പോൾ പിടുത്തം കഴിഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? അതെ. ഇങ്ങനെ ഷെഡ് വെച്ചിട്ടൊന്നും താമസിക്കാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഷെഡിലാണേ? ഒരു പ്രശ്നം ഷെഡിൽ അവർ രാത്രി ആകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വീട്ടിൽ പോയി കിടക്കും. ഓ അങ്ങനെയാ? അങ്ങനെയാണ്. വീടില്ലല്ലേ? നേരിട്ട് അവിടെ കിടക്കാനും പറ്റില്ല, ചെറിയ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇതൊക്കെ പുതിയ ഇത് അമ്മേൻ്റെ വീട് അല്ലേ? ഇതൊക്കെ ഗവൺമെന്റിൽ നിന്ന് പാസ്സായതാ? ഗവൺമെന്റ് ലേശം ഉള്ളിൽ കയറിയുള്ള ഈ വീട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവർക്കും കൂടെ വീടാണല്ലോ? ഇവർക്കും കൂടി ഇനി. പക്ഷെ അവർ കറക്റ്റ് ഫോറസ്റ്റിന്റെ അടുത്ത് പോലെ അല്ല, ഫോറസ്റ്റ് ഇത് അങ്ങോട്ട് നമ്മൾ നേരത്തെ കയറിയില്ല. കുറച്ചുകൂടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ചുകൂടെ ഉണ്ട്. ഈ കാണുന്നത് കാട്ടിക്കുളം തിരുനെല്ലി റോഡാണ്. ഈ റോട്ടിൽ നിന്ന് നേരെ ഈ ഒരു വഴിക്കാണ് ഇവരുടെ വീട്ടിലേക്ക് കയറുന്നത്. അതായത് റോഡ് സൈഡിൽ തന്നെ. ഈ റോഡിലൊക്കെയാണ് കടുവ ഉണ്ടെന്നുള്ള ആചാരനൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ നിങ്ങൾ കിടക്കില്ലേ? അവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ആണല്ലേ? കിടക്കാൻ വേണ്ടി മാത്രം. ആണല്ലേ? ഇപ്പോൾ കണ്ട വീട്ടിലല്ല? എന്ത്? അല്ലല്ല, അത് നമ്മളെ അമ്മൻ്റെ വീട്. അമ്മയുടെ വീട്. ഇത് മാമൻ്റെ വീടാണ്. ഇത് അവരെ തൊഴുത്താണ്. അത് എൻ്റെ മുകളിലുള്ള. പിന്നെ ഇതൊരു തൊഴുത്താണ്. നിങ്ങളെ വീടോ? ഇവിടെ തന്നെയാണ് എൻ്റെ വീട്. അത് അമ്മൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ വീട് ശരിക്കും ഇവിടെ അല്ല, ഞാൻ ഇരുട്ടി മറ്റേ ഇവിടെ ആർലപ്പാമല്ലേ. ഓ അവിടെയാ? അവിടെ സ്ഥലം കിട്ടിയിട്ട് അങ്ങോട്ട് പോയത്. ആണല്ലേ? ഓ നിങ്ങൾ ആറിലത്തുള്ള? അവിടെ ഇതിലും കഷ്ടമല്ലേ? അമ്മോ കഷ്ടമൊന്നും. ഇതിൻ്റെ അടുത്ത് അതാ ഒരാൾ തട്ടില്ല. നിങ്ങളവിടെ ഏത് ബ്ലോക്കിൽ? 7ാം ബ്ലോക്കിൽ. 7 വയനാട് 7. മനസ്സിലായി. അതിൽ താമസിക്കും. പേര് വിട്ടുപോയി. ബാബു. ബാബുരാ. 7ാം ബ്ലോക്കിൽ എത്രാമത്തെ നമ്പറാണ് വീട്? വീട് നമ്പർ മങ്ങനല്ല. അവിടെ താമസിക്കുന്നില്ല. പ്ലോട്ട് അല്ല, കുടുംബം ഉണ്ട് അവിടെ. ഓ, അവിടെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്? ഞാനിങ്ങോട്ട് വന്നങ്ങോട്ട്. അവിടെ കൃഷിയൊക്കെ ഉണ്ടോ? കൃഷി എന്ന് പറഞ്ഞാൽ മറ്റേ കശുമാവ് ഇതുള്ളൂ, ഒന്നും വെക്കൂല. കിട്ടൂല്ലേ? മാനും പാന് ഇതൊക്കെ ഉണ്ട്. ആർലപ്പാവിന് ഞാൻ ഇടയ്ക്ക് പോകാറുള്ളത് അറിയാം. നമ്മുടെ ചെക്കനടുത്ത ഡ്രൈവില് ചെറിയ പണിയുണ്ട്. മോൻ അവിടെ തന്നെ ഡ്രൈവില് അവിടെ ഡ്രൈവില് അതെന്താ? മറ്റേ നമ്മൾ എന്താ പറയാ, അപ്പാറക്കുള്ള പോലെ, അപ്പപ്പാറക്ക് വില്ലേജ് പോലത്തെ ഒരു ഇതില്ല, ഡ്രൈവില് അതിൽ ചെറിയൊരു പണി. ഈ റോഡ് ഇതിലൊക്കെ ഇടക്ക് കയറി വരും. തിരുനെല്ലി റോഡ്. ഇത് തിരുനെല്ലി റോഡ്. ഇതിലൊക്കെ ഇടക്ക് കയറി വരും. അക്കരെ ചാടി വരും. മറ്റേ വയലൊക്കെ ഉണ്ടല്ലേ? വയലുണ്ട്, തോട്ടമുണ്ട്. സാഹസമാണ് ഇവിടെ ജീവിക്കാന്ന്. ആദ്യം ഒന്നും ഇങ്ങനത്തെ വിഷയമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഈ കുറച്ചായിട്ട് ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയാണ്. ആർളം ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആയാലും ആന, അവിടെ തന്നെ തട്ടിക്കളയുണ്ട് ആന. കടയിൽ പോയിട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു വലിയൊരു വളവുണ്ട്, ഇങ്ങനെ തിരിയുന്ന വളവ്. ഇപ്പം നഴ്സറി ഒക്കെ ഉണ്ട് അവിടെ. മറ്റേ പിള്ളേരെ അതായത് ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലിൻ്റെ തിരിയുന്ന ലേസപ്പുറം വളവ്. അതിൽ ഒരു ദിവസം കടയിൽ പോയി വരുന്നത് 7 മണിയായി. ഒറ്റയ്ക്ക് വരത്തില്ല. ഈ വളവ് ആയതുകൊണ്ട് ആന കണ്ടിട്ടില്ല. നേരെ അതിന് മുന്നിൽ പെട്ടുപോയി. പിന്നെ അടുത്തൊരു പഴയ വീടുണ്ടായിരുന്നു, അതിലൊക്കെ ഓടിച്ചാടി കയറിയത്. അങ്ങനെ ഒരു കച്ചിലായത്. പിന്നെ ഇവിടെ തന്നെ എത്ര ദിവസം ഓടിച്ചു ബർഗിന് പോകുമ്പോൾ, വെള്ളം തിരിക്കാൻ പോകുമ്പോൾ വെള്ളത്തിന്. അല്ല ഇത് പിന്നെ കാടാണെങ്കിലും വെള്ളം തിരിക്കാൻ മറ്റത് കാണാൻ പറ്റില്ല. അവിടെയും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റിൽ പോയി കൂടുമ്പോൾ ശല്യമില്ലായിരുന്നു പാമ്പില്. നിങ്ങൾ എത്ര വർഷമായി അവിടെ? അവിടെ ഇപ്പോൾ 12 വർഷമാവും കഴിഞ്ഞു. 13 പ്രശ്നമില്ലായിരുന്നു. ആദ്യമൊന്നുമില്ല, പോകുമ്പോഴൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ടില്ല. 2-3 പോരല്ലോ, അതിന് മുന്നേ ഉണ്ട്. ഒരു 4 വർഷം കൂടെ. ഇവിടെ ഈ സമയമാകുമ്പോൾ ഇവിടെ വരും ആടിനും കൊണ്ട്. വീട്ടിലെത്ര ആടുണ്ട്? വീട്ടിൽ 10-20 മുകളിലുണ്ട്. കുഞ്ഞുങ്ങളടക്കം 30 ഉണ്ടാവും. ആദ്യം ഇതൊന്നല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. എണ്ണം കുറച്ചാ? കുറേ കൊടുത്തു. പിന്നെ ഓരോരുത്തർ വീതം വെച്ച്. ഇതിലൊന്നും രാത്രിക്കൊന്നും നടക്കാനേ പറ്റൂല. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ അമ്മേനെ കാണാനായിട്ടാണ് പോകുന്നത്. അമ്മ ആടിനെ തീറ്റിക്കാനായിട്ട് പോയതാണ്.
അപ്പോൾ അമ്മ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ രാത്രി ഈ കടുവ ഭീഷണി ഉള്ളതുകൊണ്ട് ഇവർ ആടുകളെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി അവരവിടെ തീയൊക്കെ കൂട്ടി കാവല് കിടക്കും. രാത്രി ഉറക്കം തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ സംസാരിച്ചത്. അതുകൊണ്ട് അമ്മയുടെ കൂടെ ഒന്ന് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നത് കേട്ടോ. ആടിൻ്റെ നിൽക്കുന്ന ആ കുഞ്ഞ് നിൽക്കുന്നില്ലേ, അത് അമ്മയാണ്. ആട്ടെ കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പോരാ എല്ലാം കൊണ്ടുപോയി. വീട്ടിലിരിക്കില്ല, വീട്ടിലിരുന്നാൽ പറയും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ആടിൻ്റെ കൂടെ പണ്ടത്തെ ആൾക്കാരല്ലേ? അതെ. അമ്മ അമ്മ വീട് എടുക്കാം. ഇതിപ്പോൾ ഉണ്ടായതാ? ഇന്നുണ്ടായതായിരിക്കും. ഉണ്ടായത് അമ്മയുടെ പേരെങ്ങനെയാ? ചോമി. ഇവിടെ എങ്ങനെയാ എന്നും രാത്രി ഇങ്ങനെ കടുവയുടെ ഒച്ച കേൾക്കുന്നുണ്ടോ? രാത്രി വരുന്നുണ്ട്. ആണല്ലേ? രാത്രി അതിലെല്ലാം വരും. പിന്നെ ഞങ്ങൾ ഉറങ്ങുന്നില്ല. പട്ടികളുമായിട്ട് നമുക്ക് ഒച്ച കിട്ടും. ഇത്ര ആടുകൾ ഉള്ളതുകൊണ്ട് അല്ലേ ഉറങ്ങാൻ പറ്റൂലായിരിക്കും അല്ലേ? ആ, അത്ര ആടൊന്നുമില്ല. എല്ലാത്തര ആട് കൊണ്ടുപോയാൽ അവിടെ അത്ര ആടൊന്നുമില്ല. എല്ലാത്തര ആട് ഇവിടെ ഉണ്ട്. ഞാൻ കൊണ്ടുപോകാൻ പറയുന്നത് എല്ലാത്തിനും. എൻ്റെ ഒരു 3-4 ഉള്ളൂ. ആണോ? അതുകൊണ്ട് ഉറങ്ങാണ്ട് ഇങ്ങനെ നോക്കുക അല്ലേ? കടന്നുറങ്ങാൻ ചമയുണ്ടോ? കടന്നുറങ്ങാൻ ചമയില്ല. എപ്പോഴും വരൂലേ? എപ്പോഴും വരും. പട്ടികളുള്ളത് കൊണ്ട് നമുക്ക് ഒച്ച കിട്ടും. പിന്നെ പുറത്ത് കടന്നു നോക്കുമ്പോൾ എവിടെയെങ്കിലും കടന്നിട്ടുണ്ടാവും. ആണല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ, നേരത്തെ കണ്ട്. അന്നേരം നമ്മളെ വീട് മേലെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായി. ആ, ബിജു പൊളിച്ച് കണ്ടിത്തന്ന്. ആട് നോക്കണോ, ആട് നോക്കണോ ഇവിടെ കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബിജു വിളിച്ച് പറഞ്ഞ്. അപ്പം നമ്മൾ പുറത്ത് കടന്ന്. ഈ ഭാഗത്ത് പുഴയുടെ സൈഡിലൊക്കെ വരുമോ? പുഴ സൈഡ് എല്ലാം വരും. ആ, അതെ, അവിടെ എല്ലാം കടന്നിരിക്കും. ആണല്ലേ? വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ എന്തെങ്കിലും പോയിട്ടാണോ നോക്കാനോ എന്താ ബുദ്ധിമുട്ട്. ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കൊടുത്ത് കഴിയും. എനിക്കാവില്ല. അത് ഇരുന്ന് അത് നോക്കി നടന്നിട്ട് നടക്ക് പോകാം. അവരങ്ങോട്ട് എത്തി. വടിയും കുത്തിപ്പിടിച്ച് നടന്നിട്ടാട്ടോ. ഇതിപ്പോ ഉണ്ടായതല്ലേ കുഞ്ഞ? ആ, ഇതിപ്പ ഇതിനൊക്കെ വളർത്തിക്കൊണ്ട് നടക്കണേ.
നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എത്ര ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ ആടിനെയൊക്കെ വളർത്തുന്നത് കേട്ടോ. കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ബാബുച്ചേട്ടനും അതുപോലെ തന്നെ ചോമി എന്ന് പറഞ്ഞ അമ്മയൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതം, ആ ജീവിത സാഹചര്യമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതുപോലെ കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ആടുകളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും കടുവയുടെ ഒച്ചയൊക്കെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രസമുള്ള കാര്യമല്ല. ഒരുപക്ഷെ പുറമേ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ കടുവേനെയൊക്കെ കാണാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ ഒരു കൗതുകമായിരിക്കും. പക്ഷേ ഇവരെപ്പോലുള്ള ഇങ്ങനെ ഇറങ്ങി ഈ നാട്ടിൽ കൂടെയൊക്കെ നടക്കുന്ന ആളുകൾക്കൊന്നും ഇതത്ര രസമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ എപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടി വന്ന് കമൻ്റ് ചെയ്യുന്നതാണ്, കാട് കയ്യേറിയിട്ടില്ല, കാട് കയ്യേറിയിട്ടില്ല. ഇവരൊക്കെ കാടിൻ്റെ മക്കളാണ്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഇവിടെ കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും പണ്ടൊന്നും അവർക്കൊന്നും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇവർ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനായിട്ട് തുടങ്ങിയത്. അതായത് വലിയ പ്രയാസത്തിൽ തന്നെയാണ് ഈ ഒരു ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നത്. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് തിരുനെല്ലി സർവാണി എന്ന് പറയുന്ന ഊരിൽ നിന്നാണ്. അപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.